വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രം ജീവിതകഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്ക് ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോകദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകർ, മഹത് പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് ഈ എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിലേക്ക് എത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ചു ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വസ്വരൂപം എന്തായിരുന്നുവെന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിൻ്റെ മൂല്യമറിഞ്ഞ് ഗുരുകടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കൂ. ആദ്യ ലക്കം കോപ്പികൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. കോപ്പികൾ ഉറപ്പാക്കുവാൻ 80 78 18 88 58 എന്ന നമ്പറിൽ 600 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 1 ലക്കം മാസിക ലഭിക്കുന്നതാണ്. അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇനി ഇന്നത്തെ വായനയിലേക്ക് കിടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 4, ഭാഗം 4. ബുദ്ധമത പ്രചാരണം. ബുദ്ധമതത്തിൻ്റെ സ്വാധീനം പ്രവചനാതീതമായ നിലയിലാണ് ഏഷ്യയിലാകെ പരന്നത്. ബുദ്ധൻ ജീവിച്ചിരിക്കെ തന്നെ മതതത്വ വ്യാപനത്തിൻ്റെ മഹാഭൂരിഭാഗവും സംഭവിച്ചിരുന്നു. ചൈന, ജപ്പാൻ, കൊറിയ, ബർമ്മ, തായ്ലാൻഡ്, ശ്രീലങ്ക, മംഗോളിയ, ടിബറ്റ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ബുദ്ധൻ്റെ ജീവിതകാലത്തു തന്നെ മതം വ്യാപകമായി പ്രചരിച്ചു. ബുദ്ധൻ്റെ വ്യക്തിപ്രഭാവമാണ് തത്വപ്രഭാവത്തേക്കാൾ ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. രാജാധികാരവും സുഖഭോഗങ്ങളും വിട്ടിട്ട് സന്യാസത്തിനിറങ്ങി തപസ് ചെയ്ത് ജ്ഞാനിയായി മാറിയ പുരുഷൻ എന്ന നിലയിൽ വലിയ മഹത്വമാണ് ബുദ്ധന് ലഭിച്ചത്. രാജാക്കന്മാർ ബുദ്ധനിലേക്ക് അടുക്കാനുണ്ടായ ആദ്യ കാരണം ബുദ്ധനും രാജാവായിരുന്നു എന്നതാണ്. അടുത്തപ്പോൾ ആ വ്യക്തിപ്രഭാവം അവരെ വല്ലാതെ ആകർഷിച്ചു. ബുദ്ധന്റെ ആദർശവും ധാർമ്മിക ബോധവും ബുദ്ധമതത്തിന്റെ വേരുകൾ ആഴത്തിൽ പായിക്കാൻ ഉതകുന്നതായിരുന്നു. മതതത്വങ്ങൾ വളരെ ലളിതമായിരുന്നു. സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് അവ അവതരിപ്പിക്കപ്പെട്ടത്. അശോകൻ, കനിഷ്കൻ, ഹർഷവർദ്ധൻ എന്നീ ചക്രവർത്തിമാർ തങ്ങളുടെ രാജ്യാതിർത്തികളും വിട്ട് ബുദ്ധമതപ്രചാരത്തിനായി ഇറങ്ങിയതും ബുദ്ധമതത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇതിൽ അശോകനാണ് ബുദ്ധമത പ്രചരണത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തത്. അശോകൻ തന്റെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ബുദ്ധമതത്തെ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെമ്പാടും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ശ്രീലങ്കയിലും അശോകൻ ബുദ്ധമതത്തെ എത്തിച്ചു. സ്വന്തം മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രയെയും ബുദ്ധമത പ്രചരണത്തിനായി ശ്രീലങ്കയിലേക്ക് അയച്ചു. കനിഷ്കനും ഹർഷവർദ്ധനനും ഇന്ത്യയിലാകെ ബുദ്ധദർശനം എത്തിച്ചു. പാലി ഭാഷയിലാണ് ബുദ്ധൻ തന്റെ തത്വങ്ങൾ അവതരിപ്പിച്ചത്. പാലി സാധാരണ ജനങ്ങളുടെ ഭാഷയായിരുന്നു. സംസ്കൃതം ബുദ്ധന് നന്നായി അറിയാമായിരുന്നെങ്കിലും ആ ഭാഷയിലൊന്നും എഴുതുകയോ പറയുകയോ ചെയ്തില്ല. സാധാരണ ജനങ്ങൾക്ക്
ദുർഗ്രഹമായതൊന്നും ചെയ്യരുത് എന്ന് ശിഷ്യരെയും നിഷ്കർഷിച്ചിരുന്നു. ഇതാണ് ബുദ്ധമതത്തിന്റെ ജനസമ്മതി വർദ്ധിപ്പിച്ചത്. ബുദ്ധനെ സംബന്ധിച്ച് ആളുകളെ ദൈവവിശ്വാസികളാക്കി നല്ല വഴിയിലേക്ക് നയിക്കുക എന്നതല്ലായിരുന്നു ആവശ്യം. വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ തമോ ഗുണപ്രധാനമായ അനുഷ്ഠാനങ്ങളും പൂജകളും കർമ്മങ്ങളും അധികരിക്കുകയും പുരോഹിത വിഭാവം അതിനെ മുതലെടുത്ത് തങ്ങളുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നത് നിർത്തലാക്കുകയായിരുന്നു ബുദ്ധന്റെ ദൗത്യം. ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഭാഷയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയാൽ ഒരിക്കലും അവർ അത് വായിക്കില്ല. അവർക്ക് വിദ്യ ലഭിക്കില്ല. അവരെ അടിമകളാക്കി വയ്ക്കാൻ മതപൗരോഹിത്യത്തിന് എളുപ്പമാണ്. അതിനാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തത്വങ്ങൾ അവതരിപ്പിച്ച് സാധാരണ ജനങ്ങളുടെ അജ്ഞത മാറ്റുക, സത്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക, ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാക്കി ലക്ഷ്യബോധം നൽകുക, അനാർഭാട ജീവിതത്തിലൂടെ ജീവിത ചെലവ് കുറച്ച് അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നിവയായിരുന്നു ബുദ്ധന്റെ അവതാര ലക്ഷ്യം. അതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതിന് അനുഗുണമായതു മാത്രം ശ്രദ്ധയോടെ പറയുകയും ഇടപെടുകയും ചെയ്തു. അല്ലാതെ ദാർശനിക വിഷയങ്ങൾ തൊട്ടുനോക്കിയത് പോലുമില്ല. സംഘടിതമായ മിഷണറി പ്രവർത്തനത്തിൽ ലോകത്തെ ആദ്യത്തെ മാതൃകയാണ് ബുദ്ധമതത്തിൻ്റേത്. ബുദ്ധഭിക്ഷു സംഘം ജീവാർപ്പണം കൊണ്ട് മതത്തെ ജനഹൃദയങ്ങളിലെത്തിച്ചു. എല്ലാ ജാതികൾക്കും അവിടെ തുല്യസ്ഥാനമായിരുന്നു. ആർക്കും മതത്തിൽ ചേരാം. ബ്രാഹ്മണാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ബുദ്ധമതം ഉണ്ടാക്കിയത്. അതോടെ അവർ സ്വന്തം നിലപാടുകൾ തിരുത്താൻ തുടങ്ങി. മൃഗബലിയിൽ നിന്ന് ക്രമേണ പിൻവാങ്ങാനും സസ്യാഹാര ശീലത്തിലേക്കും ഉത്തമ പൂജകളിലേക്കും പിന്തിരിയാനും അവരെ പ്രേരിപ്പിച്ചത് ബുദ്ധന്റെ അതീവ സങ്കീർണവും സംഘടിതവുമായ പ്രവർത്തനങ്ങളായിരുന്നു. വ്യവസായത്തിനും വ്യാപാരത്തിനും ബുദ്ധമതം നൽകിയ പ്രാധാന്യം വളരെ വലുതായിരുന്നു. അതിനാൽ വർണ്ണാശ്രമ വ്യവസ്ഥയിലെ വൈശ്യർ ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. കടൽ യാത്ര കുറ്റമായിട്ടാണ് അന്നത്തെ ജാതി ഹിന്ദു വിഭാഗങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ബുദ്ധമതം യാത്രയെ പ്രോത്സാഹിപ്പിച്ചു. അതും ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് കൂടുതൽ പേരെ ബുദ്ധമതത്തിലേക്ക് എത്തിച്ചു. ഹിന്ദു വിഭാഗത്തിൽ വിദ്യാഭ്യാസം നേടിയവർക്ക് ജാതി ഐക്യത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. അവരും ജാതി വ്യവസ്ഥയില്ലാത്ത ബുദ്ധമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നളന്ദ, തക്ഷശില എന്നീ സർവകലാശാലകളാണ് ബുദ്ധമതത്തിന്റെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് വലിയ പ്രേരകമായത്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.